ട്ടുള്ള പിന്നെ അതായത് നമ്മൾ ഊതിയാൽ സൗണ്ട് വരുന്ന സാധനമാണല്ലോ. ഇത് നമ്മൾ മുട്ടുന്നതാണ്. ഏത് ഈ സാധനം അല്ലേ? യെസ്, ഇതും നമ്മൾ മുട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ 2 സാധനങ്ങൾ പെർക്യൂഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് സ്ട്രിങ് ആണ്, സ്ട്രിങ്. അപ്പോൾ ഇതിൽ അതിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ ഇത് സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് രണ്ടും പെർക്യൂഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ താളവാദ്യം എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു സാധനം. അപ്പോൾ നമ്മൾ താളം പിടിക്കുക എന്തുകൊണ്ടാണ്? ഒന്ന് ചെണ്ടയുണ്ട്, ഒന്ന് തബലയുണ്ട് അല്ലേ? തബലേൻ്റെ ഒരു ഉസ്താദ് മരിച്ചു പോയിക്കില്ലേ? ആ ചോദ്യം 7ാം ക്ലാസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയോ 2 സ്റ്റേജ് പ്രോപ്പർട്ടീസ്. നമ്മളിപ്പോൾ നാടകത്തിൽ അഭിനയിച്ചില്ലേ? അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ഫാമർ ഓൺ ദ സ്റ്റേജ്. മുമ്പ് ഫാൻസി ഡ്രസ്സിന് ഇങ്ങനെ കല്ല് കൊത്തുന്ന തൊഴിലാളിയായിട്ട് അവതരിച്ചിരിക്കുക. അപ്പോൾ കുറേ ആൾക്കാർ തോർത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നല്ല ഉഷാറായിരിക്കും. പിന്നെ റൈറ്റ് ദ നെയിം ഓഫ് 2 ഫോക്ക് ഡാൻസ്. യെസ്, ഇവിടെയും നാടൻ പിന്നെ ഇതാണ് വേണ്ടത്. അപ്പോൾ മോഹിനിയാട്ടോ പിന്നെ അതൊന്നും പറ്റൂല. ഏതൊക്കെ പറ്റൂ? ഒപ്പന പറ്റും. ഒപ്പന പറ്റും. പിന്നെയോ പിന്നെ യെസ്, ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? തെയ്യം എന്ന് എഴുതിയിട്ടുണ്ട്. തെയ്യം എന്ന് എഴുതിയാൽ നമ്മളെ കണ്ണൂരുകാരുടെ ഒരു സാധനമാണ് തെയ്യം. ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ദഫ് മുട്ട് പറ്റും, കോൽക്കളി പറ്റും, മാർഗ്ഗംകളി പറ്റും, പരിചമുട്ട് പറ്റും, തിരുവാതിര പറ്റും, അങ്ങനെയെല്ലാം പറ്റും. ഓക്കെ. ഇനി റൈസിങ് സൺ. യെസ്, ഉദിച്ചുയർന്നു വരുന്ന ഒരു സൂര്യനെ മാർക്ക് ചെയ്യാൻ നമ്മൾ ഏതൊക്കെ കളർ യൂസ് ചെയ്യും? ചില ആൾക്കാരൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ബ്രൗൺ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് എനിക്ക് മനസ്സിലായില്ല. യെല്ലോ ഓറഞ്ച് എല്ലാം ആണെങ്കിൽ നമുക്ക് ഓക്കെ ഒപ്പിക്കാം. അതായത് നമ്മൾ അസ്തമിക്കുന്ന സൂര്യനെ, ഉദിച്ചു വരുന്ന സൂര്യന് കുറേ ദൂരെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓറഞ്ച് കളറിലാണ് കാണുക. നേരെ സെൻറ്ററിൽ മുകളിലാണ് നമ്മൾ സൂര്യനെങ്കിൽ നമ്മൾ വൈറ്റ് കളറിലാണ് കാണുക. നമുക്ക് നോക്കാനൊന്നാവില്ല. പിന്നെ അത് നിങ്ങൾ 8ാം ക്ലാസ്സിലെത്തിയാൽ പഠിക്കും. ഓക്കെ. റെഡാണ് നമ്മളിപ്പോൾ ട്രാഫിക്കിലെല്ലാം പിന്നെ റെഡ് എല്ലാം ഉപയോഗിച്ചില്ല. റെഡ് നമ്മൾ ദൂരേനേ കാണും. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു മാപ്പ് തന്നു കഴിഞ്ഞാൽ ആ മാപ്പിൽ പിന്നെ എന്ത് ചെയ്യണം? അത് സോഷ്യലായി ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റുകൾ, ആ സ്റ്റേറ്റുകളുടെ പിന്നെ ക്യാപിറ്റലുകൾ നമുക്ക് എന്ത് ചെയ്യണം? വേണം. അത് ഏതൊക്കെ ഭാഗത്താണ് ഇത്തരം സ്റ്റേറ്റുകൾ വരുന്നത് എന്നുള്ളൊരു ഐഡിയ വേണം. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ഇത് കണ്ട മണിപ്പൂരി. അപ്പോൾ മണിപ്പൂരി എന്താണ്? മണിപ്പൂർ. ഓക്കെ. ഇനി ഒഡീഷ. യെസ്, ഓക്കെ. ഇനി അടുത്ത കാര്യം നോക്കേണ്ടത് ഈ ബാക്കി സാധനങ്ങളാണ്. കുച്ചിപ്പുടി എന്താണ്? ആന്ധ്രാപ്രദേശിലാണ്. യെസ്, ഓക്കെ. പിന്നെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ചൊറച്ചിട്ടാൽ പിന്നെ തിരിയൂല കേട്ടുക. അപ്പോൾ കേരളത്തിൻ്റെ തനത് നൃത്തം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പഠിക്കും നമ്മൾ. ഇത് കേരളത്തിൻ്റെത് ഏതാണ്? കേരളത്തിൻ്റെത് ഈ മോഹിനിയാട്ടമാണ്. ഓക്കെ. ഭരതനാട്യം തമിഴ്നാടിൻ്റെയാണ്. യെസ്. ഇനി അടുത്തത് ലോഗോ. നിങ്ങൾ ശ്രദ്ധിച്ചിക്കോ, ഓരോ പരിപാടിയെല്ലാം ഉണ്ടാകുമ്പോൾ കലോത്സവത്തിനൊക്കെ ഒരു ലോഗോ ഉണ്ടാവും. ഒരു പോസ്റ്ററിൻ്റെ ഏറ്റവും മുകളിലോ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരു ചങ്ങായി നല്ല അടിപൊളിയായിട്ട് ഒരു ലോഗോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പോസ്റ്ററല്ല ഉദ്ദേശിച്ചത്, ലോഗോ ആണ്. പിന്നെ ഇതിങ്ങനെ ഓരോ ലോഗോ ക്ഷണിക്കുകയെല്ലാം ചെയ്യും. ഓരോ പരിപാടിയെല്ലാം നടക്കുമ്പോൾ ഒരു പോസ്റ്ററിനകത്ത് ഒരു മോട്ടോ ഉണ്ടാവും മേലെ. പിന്നെ ഒരു ലോഗോ ഉണ്ടാവും. പിന്നെ റൈറ്റ് ദ നെയിംസ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഗിവൺ ബിലോ. ഈ താഴെ തന്നിരിക്കുന്നതിൻ്റെ പേര് എഴുതാൻ. ഓക്കെ, പേര് എഴുതിക്കോ. ഇത് ഇടയ്ക്കയാണ്, ഇത് പുള്ളുവ കുടാണ്, ഇത് വീണയാണ്, തബലയാണ്, ഹാർമോണിയാണ്. തബല എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്, താളവാദ്യമാണ്. വീണ എന്താണ്? ഇതിനകത്ത് കമ്പികളല്ലേ ഉള്ളത്. അപ്പോൾ അതൊരു പിന്നെ സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇനിയിപ്പോൾ ഫ്ലൂട്ടല്ലാണെങ്കിൽ അത് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ് എന്നിട്ട് 7ാം ക്ലാസ്സിലൊരു ചോദ്യം കണ്ടിട്ട്. ഓക്കെ. പിന്നെ മീനു എന്ത് ചെയ്തു? ലേറ്റായിട്ട് വന്നു. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു 5 ഡയലോഗ്സ്, ഒരു കോൺവെർസേഷൻ പോലെ ഡയലോഗ്സ് മാത്രം എഴുതിയാൽ മതി. പിന്നെയോ ഒരു പൂക്കളം, നന്നായി പൂക്കളം വരച്ച ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വിഷയമുണ്ട്. ഇവിടെ ഇത്രയും ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാവരും എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. ഒരു ചോദ്യത്തിന് 5 മാർക്കേ തരാൻ പറ്റൂ. 2 ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു ചോദ്യം തരാൻ പറ്റൂ. ഇവിടെ കണ്ട, ഇവിടെ പക്ഷേങ്കിൽ എല്ലാ ചോദ്യം അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ചോദ്യത്തിന് 2 മാർക്ക് വെച്ചിട്ട് 3 ചോദ്യം നമുക്ക് എഴുതാം. അത്യാവശ്യം മാർക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി വർക്കിൻ്റെ ഒരു കാര്യം പറയാം. വർക്കിൻ്റെ പെട്ടെന്ന് പറയാം. ഇത് എല്ലാവരും ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. കോക്കനട്ട് ഷെല്ല് നമ്മൾ ഇക്കിലിയിലാണ് പങ്കെടുത്തത്. കോക്കനട്ട് ഷെല്ലിൻ്റെ സാൻഡ് പേപ്പർ കൊണ്ട് വരച്ചാൽ നല്ല മിനുസം വരുമല്ലോ. പിന്നെ ഒരു മാർബിൾ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി, അത് നമ്മളെല്ലാം യൂട്യൂബെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു പാട്ടിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ മുമ്പ് ചെയ്തിക്കത് 5ാം ക്ലാസ്സിലാണ് ചെയ്തത്. പക്ഷേങ്കിൽ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ശേഷം ഒരു ഡബ്ബയിൽ വെള്ളം എടുത്തിട്ട് പിന്നെ അതിൽ ഇങ്ങനെ ഒരു റെഡ് കളർ ഇറ്റിക്കുക, ബ്ലൂ കളർ ഇറ്റിക്കുക, ഒരു ഗ്രീൻ കളർ ഇറ്റിക്കുക. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് മുക്കിങ് എടുത്താൽ A4ൽ അടിപൊളിയായിട്ട് നല്ല രസം ഉണ്ടാവും. നമ്മൾ വലിയ ചിത്രകാരനൊന്നും ആണെന്നൊന്നുമില്ല. അങ്ങനെ നൂൽ പ്രിൻറ്റിങ്, ത്രെഡ് പ്രിൻറ്റിങ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് ട്രിക്കുകളുണ്ട്. ഇത് ഫുട്ബോൾ അങ്ങനെ മുക്കിയെടുത്താൽ ഫുട്ബോളിൻ്റെ എല്ലാം കളറെല്ലാം മാറും. അപ്പോൾ ഏത് പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്? ഫാബ്രിക് പെയിൻറ്റിനാണെങ്കിൽ ഫാബ്രിക്, വാർണിഷ് നമ്മളെ വുഡിൻ്റെ ഒരു സാധനമാണ്. വാൾ പെയിൻറ്റ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്. വാൾ പെയിൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം ചേർത്തിട്ടാണ് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിക്കുക. ഇനാമൽ പെയിൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ മുമ്പെല്ലാം കെറോസിനാന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ടിന്നർ, ടർപ്പൻ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളില്ലേ, അതെല്ലാം ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇനാമൽ പെയിൻ്റാണ് ഇവിടെ വേണ്ടത്. നമ്മുടെ ഗ്രിൽസിനടിക്കുന്ന ഇനാമൽ പെയിൻറ്റ്. യെസ്, ഓക്കെ. ഇനി അടുത്തത് വിച്ച് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻഡിക്കേറ്റഡ് തിക്നെസ്. GI ഷീറ്റ്. അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല. ദ ഗേജ് കണ്ട, ഒരു സ്ക്രൂ ഗേജ് എന്നെല്ലാം പറയും. നമ്മൾ ഈ തിക്നെസ് എല്ലാം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അല്ലെങ്കിൽ ഇതിൽ ഒഴിവാക്കാം. കിലോഗ്രാം നമ്മൾ തൂക്കം എടുക്കാനും, മീറ്റർ നമ്മൾ പിന്നെ ലെങ്ത്ത് എടുക്കാനും, ലിറ്റർ നമ്മൾ വെള്ളത്തിൻ്റെ ഇത് എടുക്കുക. അപ്പോൾ GI ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ് എടുക്കാനില്ല. അപ്പോൾ ഇത് എന്നുള്ള നിലക്ക് അങ്ങനെ ചെയ്യാം. ഒന്നിക്ക് ഉത്തരം അറിയണം, അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെ ഓപ്റ്റ് ചെയ്ത് ഔട്ടാക്കണം. ഇനി അടുത്തത് ഇതിൻ്റെത് കാലിക്കോ ആണ്. പിന്നെ എക്സ്റേ ഷീറ്റാണ്. കണ്ട, OHP ഷീറ്റ് പോലെ ഇങ്ങനെ അവിടെ കളിക്കുന്ന പോലത്തെ ഷീറ്റില്ല. ചാർട്ട് പേപ്പറും ബോണ്ട് പേപ്പർ A4 ഒന്നും പറ്റൂല. പക്ഷേങ്കിൽ ഇതാ ചോദ്യത്തിന് ഉത്തരം എവിടെയെങ്കിലും ഉണ്ടാവും. കണ്ട, നോക്കിക്കോളെ. 4 ടൈപ്സ് ഓഫ് പേപ്പർ യൂസ്ഡ് ഇൻ പേപ്പർ ക്രാഫ്റ്റ്. ഈ A4 ഇവിടെ എഴുതിയാൽ, ബോണ്ട് പേപ്പർ ഇവിടെ എഴുതിയാൽ, ചാർട്ട് പേപ്പർ ഇവിടെ എഴുതിയാൽ മാർക്കുണ്ട്. പിന്നെയോ സ്റ്റെൻസിൽ എന്ന് പറഞ്ഞാൽ അച്ചുണ്ടാക്കലാണ്. നമുക്ക് ഇപ്പോൾ നെയ്മറിൻ്റെ, റൊണാൾഡോൻ്റെ എല്ലാം ഇങ്ങനെ ഒരു OHP ഷീറ്റിൽ ഒരു സ്റ്റെൻസിൽ പോലെ ഉണ്ടാക്കിയിട്ട് ഈ മലങ്ങ് സ്പ്രേ പെയിൻറ്റോ പെയിൻ്റ് അടിച്ച് കൊടുത്താൽ പോസ്റ്റ് മലം എന്ത് ചെയ്യും, നമ്മുടെ സമ്മേളനത്തിൻ്റെ എല്ലാം വരുന്ന പോലെ സാധനം വരും. ഇനി അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പറയാം, ജസ്റ്റ് പറഞ്ഞാൽ മതി. പിന്നെ കംപ്ലീറ്റ് ദ വേർഡ് വെബ്. ഇതിപ്പം കണ്ട ലെറ്റർ ബോക്സ്, നിങ്ങൾ പോസ്റ്റ് പെരിങ്ങത്തൂരെ പോസ്റ്റിൻ്റെ വെട്ടി അടിച്ചു മാറ്റി കൊണ്ടുപോയാണ്ടിക്കില്ല, പള്ളീൻ്റെ വണ്ടാരാന്നിട്ട് വെച്ചിട്ടാണ് കൊണ്ടുപോയത്. അത് ഇരുമ്പിൻ്റെതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം, അതൊക്കെ എഴുതുക. യെസ്, നമ്മൾ വേസ്റ്റ് കോരി, പിന്നെ നാഴി, ബക്കറ്റില്ല നമ്മൾ സ്റ്റീലിൻ്റെ ബക്കറ്റ്, പിന്നെ സ്റ്റെൻസിൽ നിന്ന് ഇവിടെ ഉദ്ദേശിച്ചത് നമ്മളെ അപ്പക്കൂട്ടിലെല്ലാം അച്ചുണ്ടാവില്ല, ബ്രെഡെല്ലാം ഉണ്ടാക്കുന്നത്, അതെല്ലാം നമ്മൾ ഈ മെറ്റൽ കൊണ്ടെല്ലാം ഉണ്ടാക്കുക. പിന്നെയോ ഫാബ്രിക് പെയിൻറ്റ് നമുക്കറിയാവോ എങ്ങനെ ചെയ്യാം. നമ്മൾ 5ാം ക്ലാസ് ഫാബ്രിക് പെയിൻറ്റ് അടിച്ചിട്ട് എല്ലാവരും പിന്നെ ഡ്രസ്സിലെല്ലാം ആയിട്ട് ഗുൽമാലേനും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ബ്രഷ് ഇങ്ങനെ ഇടയ്ക്ക് കഴുകണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുക. പിന്നെയോ ഓഫീസ് എൻവലപ്പ്, പിന്നെ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ, ഒരു പേപ്പർ എൻവലപ്പ് ഉണ്ടാക്കുക. പിന്നെയോ പ്രിപ്പയർ ടൊബാക്കോ എമൽഷൻ. ഇത് 7ാം ക്ലാസ്സിലുള്ളൊരു ചോദ്യമാണ്. പിന്നെ ഉമ്മാനോട് ചോദിച്ചാൽ മതി. ടൊബാക്കോ എന്ന് പറഞ്ഞാൽ പുകയില കഷായം നമ്മൾ തളിക്കും. എന്ത് ചെയ്യും, ഒരു ഇതാണ് വീഡിസൈഡ്, ഒരു പെസ്റ്റിസൈഡാണ്, ബയോളജിക്കൽ പെസ്റ്റിസൈഡ്. പിന്നെ ഇതാ ഓപ്പൺ ചോദ്യം, ഇതാ എൻവയോൺമെൻറ്റൽ ക്ലീൻലിനെസ്സുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ഉണ്ടാക്കി, അടിപൊളി. അപ്പോൾ ഈ ടൊബാക്കോ എമൽഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ പുകയില കഷായം. ഇനി നീം എമൽഷൻ എന്നാണ് പറഞ്ഞെങ്കിൽ അത് പിന്നെ നമ്മളെ വേപ്പെണ്ണ ഇല്ലേ, അത്.